Hi friends, welcome to GST Part 6. Goods and Service Tax Network. GSTN അഥവാ Goods and Service Tax Network. GSTN is a non-profit, non-government, private limited company. It is the technology backbone for GST. Private players own 51% in the GSTN and the rest is owned by central and state governments equally. The authorized capital of GSTN is rupees 10 crore. GSTN ഒരു നോൺ പ്രോഫിറ്റ് നോൺ ഗവൺമെൻറ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഇത് GSTയുടെ ടെക്നോളജി ബാക്ക് ബോൺ ആണെന്ന് പറയാം. പ്രൈവറ്റ് പ്ലെയേഴ്സ് 51% ഷെയറും GSTൻ്റെ 51% ഷെയർ ഓൺ ചെയ്തിരിക്കുന്നു. ബാക്കി ഷെയർ അതായത് 49% ഷെയറും ഓൺ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുമാണ്. 24.5% ഷെയർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൈവശമാണുള്ളത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും 24.5% ഷെയർ ഉണ്ട്. ഇവിടെ മേജർ ഷെയറും ഹോൾഡ് ചെയ്യുന്നത് പ്രൈവറ്റ് പ്ലെയേഴ്സാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് നോൺ ഗവൺമെൻറ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്ന് നമ്മൾ പറയുന്നത്. GSTൻ്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 10 crore ആണ്. For the implementation of GST, the central and state government have jointly registered GSTN to provide IT infrastructure and services to central and state government, taxpayers and other stakeholders. GST ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ജോയിൻ്റായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അഥവാ കമ്പനിയാണ് GSTN. ഇതിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസുകൾ GST നടപ്പാക്കുന്നതിന് ആവശ്യമായ IT ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുക. സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, അതുപോലെ തന്നെ ടാക്സ് പേയേഴ്സിന്, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്. This portal is used by government to track every financial transaction and will provide all services from registration to filing of return and maintaining all tax details. ഈ പോർട്ടൽ GSTN മെയിൻറ്റെയിൻ ചെയ്യുന്ന പോർട്ടൽ ഗവൺമെൻറ്റുകൾക്ക് ടാക്സ് പേയേഴ്സിൻ്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ട്രേസ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടാക്സ് പേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം GST രജിസ്ട്രേഷൻ തുടങ്ങി റിട്ടേൺ ഫയലിംഗ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടാക്സ് പേയേഴ്സിൻ്റെ അല്ലെങ്കിൽ GSTയിൽ വരുന്ന എല്ലാ ടാക്സ് ഡീറ്റെയിൽസുകളും GSTN ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. Role or functions of GSTN: filing of registration applications, filing of returns, creation of chellan for tax payment, settlement of IGST payment, generation of business intelligence and analytics. GSTൻ്റെ മെയിൻ ഫങ്ഷൻസ് അഥവാ റോള് എന്തൊക്കെയാണെന്ന് നോക്കാം. GST രജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് ഫയൽ ചെയ്യുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോം GSTN പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ്. അതുപോലെ തന്നെ GSTയിൽ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതും GSTN വഴിയാണ്. ടാക്സ് പേയ്മെൻറ്റ് നടത്താനുള്ള ചെല്ലാൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ തമ്മിൽ ഇൻ്റർസ്റ്റേറ്റ് സെയിൽസിൻ്റെ കേസിൽ, ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ്റെ കേസിൽ IGST
ടാക്സ് സെറ്റിൽമെൻറ്റ് നടത്തുന്നത് GSTN പ്രൊവൈഡ് ചെയ്യുന്ന IT ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ടാണ്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സ്, ടാക്സുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സ് ഇവയെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ്റിനും മറ്റ് ഗവൺമെൻറ് ഏജൻസീസിനുമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് GSTN ആണ്. ഫീച്ചേഴ്സ് ഓഫ് GSTN: ട്രസ്റ്റഡ് നാഷണൽ ഇൻഫർമേഷൻ യൂട്ടിലിറ്റി. GSTN providing reliable, efficient and robust IT backbone for the smooth functioning of GST. GSTN GSTയുടെ ഫങ്ഷൻസ് സ്മൂത്തായിട്ട് പെർഫോം ചെയ്യാവുന്ന രീതിയിൽ റിലയബിളായിട്ട് അതുപോലെ തന്നെ എഫിഷ്യൻ്റായ സ്ട്രോങ് ആയ ഒരു IT ബാക്ക്ബോൺ പ്രൊവൈഡ് ചെയ്യുന്നു. ഹാൻഡിൽസ് കോംപ്ലക്സ് ട്രാൻസാക്ഷൻസ്. സെറ്റിൽമെൻറ്റ് ഓഫ് IGST ഫ്രം ഇൻ്റർസ്റ്റേറ്റ് ട്രേഡ് എമോങ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് പോസിബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് GSTN. ഇൻ്റർസ്റ്റേറ്റ് ട്രേഡ്സിൻ്റെ കേസിൽ, ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ്റെ കേസിൽ ആപ്ലിക്കബിൾ ആകുന്ന IGST ടാക്സ് ആണ്. ഇത് കളക്ട് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ IGSTയുടെ സെറ്റിൽമെൻറ്റ് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് GSTN മെയിൻറ്റെയിൻ ചെയ്യുന്ന IT ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ടാണ്. All information will be secure. The central government have control over composition of board, mechanism of special resolution and shareholders agreement, and agreement between GSTN and other state governments. The strategic control of government help to keep information of all taxpayers confidential and secure. സെൻട്രൽ ഗവൺമെൻറ്റിന് GSTNൻ്റെ മേൽ കൺട്രോളുണ്ട്. GSTNൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കോമ്പോസിഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിൽ, ഷെയർ ഹോൾഡേഴ്സുമായിട്ടുള്ള എഗ്രിമെൻറ്റുകൾ, അതുപോലെ തന്നെ എഗ്രിമെൻറ്റ് വിത്ത് സ്റ്റേറ്റ്, GSTNനും മറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും തമ്മിലുള്ള അഗ്രിമെൻറ്റ്, ഇതിൻ്റെയൊക്കെ മേൽ സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു കൺട്രോളുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്ട്രാറ്റജിക് കൺട്രോൾ ടാക്സ് പേയേഴ്സിൻ്റെ ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യലായിട്ട് സെക്യൂറായിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ സെൻട്രൽ ഗവൺമെൻറ്റിന് തന്നെ 24.5% ഷെയർ ഉണ്ട്. അപ്പം ഇവിടെ പ്രൈവറ്റ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ബാങ്കുകളാണ്. 10ഓളം പ്രൈവറ്റ് ബാങ്കുകളാണ് വരുന്നത്. അപ്പം ഇൻഡിവിജ്വലായിട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത് സെൻട്രൽ ഗവൺമെൻറ്റാണ് ഏറ്റവും കൂടുതൽ ഷെയർ വരുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് 24.5% ഷെയർ വരുന്നെങ്കിൽ അത് എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും കൂടിയാണ് വരുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇൻഡിവിജ്വലായിട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഷെയർ വരുന്നത്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് GSTൻ്റെ മേൽ നല്ല രീതിയിൽ കൺട്രോൾ ഉണ്ട്. എക്സ്പെൻസസ് വിൽ ബി ഷെയർഡ്. The user charges paid by central and state governments in equal proportion on behalf of all users. The state share will be then apportioned to individual states in proportion to the number of taxpayers in the state. GSTN കൊടുക്കാനുള്ള യൂസർ ചാർജസ്, അതായത് GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഓരോ ടാക്സ് പേയേഴ്സിനും യൂസർ ചാർജസ് പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഈ ചാർജസ് പേയ്മെൻറ്റ് നടത്തുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഈക്വൽ പ്രൊപ്പോർഷനിലാണ്. ടാക്സ് പേയേഴ്സിന് വേണ്ടി ഈ യൂസർ ചാർജസുകൾ പേയ്മെൻറ്റ് നടത്തുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ്. അത് ഈക്വൽ പ്രൊപ്പോർഷനിലാണ്.
അപ്പോൾ പകുതി സെൻട്രൽ ഗവൺമെൻറ്റും ബാക്കി പകുതി സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സുമാണ്. എന്നിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഷെയർ വീണ്ടും എന്ത് ചെയ്യുന്നു, ഇൻഡിവിജ്വൽ സ്റ്റേറ്റുകളിലേക്ക് നമ്പർ ഓഫ് ടാക്സ് പേയേഴ്സിൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. GST Common Portal. The government may, on the recommendation of the Council, notify the Common Goods and Service Tax electronic portal for facilitating registration, payment of tax, furnishing of returns, computation and settlement of integrated tax, electronic payable, and for carrying out such other functions and for such purposes as may be prescribed. GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷനോടുകൂടി ഗവൺമെൻറ്റിന് ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇലക്ട്രോണിക് പോർട്ടലിനെ നോട്ടിഫിക്കേഷൻ വഴി കൊണ്ടുവരാനുള്ള അധികാരമുണ്ട്. ഏതൊക്കെ ഫങ്ഷൻസ് പെർഫോം ചെയ്യാനായിട്ടാണ് ഇങ്ങനെയൊരു കോമൺ പോർട്ടൽ എന്ന് നമുക്ക് നോക്കാം. രജിസ്ട്രേഷൻ, ടാക്സ് പേയ്മെൻറ്റ്, റിട്ടേൺ ഫയലിംഗ്, ഇൻ്റഗ്രേറ്റഡ് ടാക്സിൻ്റെ കമ്പ്യൂട്ടേഷൻ, അതായത് IGST ആണ് ഉദ്ദേശിക്കുന്നത്. IGSTയുടെ കമ്പ്യൂട്ടേഷൻ, അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് IGST ഡിവൈഡ് ചെയ്യുന്നതാണ് ഇവിടെ സെറ്റിൽമെൻറ്റ് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോണിക് വേ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ഈ വേ ബില്ലിനകത്ത് ഓൺലൈനായിട്ട് എൻ്റർ ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങൾ, ഈ വേ ബില്ല് ഇലക്ട്രോണിക്കായിട്ട് ജനറേറ്റ് ചെയ്യാൻ, മറ്റ് ഫങ്ഷൻസ് GSTയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഫങ്ഷൻസും ഒക്കെ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു GST കോമൺ പോർട്ടൽ നോട്ടിഫിക്കേഷനിലൂടെ കൊണ്ടുവരാനുള്ള അധികാരം ഗവൺമെൻറ്റിന് ഉള്ളത്. www.gst.gov.in is the GST common electronic portal which is managed by GSTN and set up by government to establish a uniform interface for the taxpayer and a common and shared IT infrastructure between center and states. GSTയിൽ ഒരു ഇലക്ട്രോണിക് കോമൺ പോർട്ടൽ നോട്ടിഫൈ ചെയ്തിരിക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അങ്ങനെ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന കോമൺ പോർട്ടൽ അഥവാ വെബ്സൈറ്റാണ് www.gst.gov.in. ഇത് മാനേജ് ചെയ്യുന്ന GSTN ആണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു. സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഗവൺമെൻറ്റാണ്. എന്തിനു വേണ്ടിയാണ് അതും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ടാക്സ് പേയേഴ്സിനും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനും, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരു യൂണിഫോം IT ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. GST കൗൺസിൽ. ആസ് പെർ ക്ലോസ് 1 ഓഫ് ആർട്ടിക്കിൾ 279A of the amended constitution, the President shall constitute GST Council within 60 days of commencement of Article 279A. It is a joint forum of Centre and States. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 279A അനുച്ഛേദം നിലവിൽ വന്നതിന് 60 ദിവസത്തിനുള്ളിൽ GST കൗൺസിൽ ഫോം ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിന് ഉണ്ട്. GST കൗൺസിൽ എന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെയും ഒരു ജോയിൻറ്റ് ഫോറമാണ്. GST കൗൺസിൽ ഈസ് ദ ഗവേണിംഗ് ബോഡി കൺസിസ്റ്റ് ഓഫ് 33 members. It is an apex member committee responsible for any revision or enactment of rule or any rate changes of the goods and services in India. GST കൗൺസിൽ ഒരു ഗവേണിംഗ് ബോഡിയാണ്. ഇതിനകത്ത് 33 മെമ്പേഴ്സാണുള്ളത്. ഇതൊരു അപ്പെക്സ് ബോഡിയാണ്. GST കൗൺസിൽ എന്ന് പറയുന്നത് GSTയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്പെക്സ് ബോഡിയാണ്.
GST ലോയുമായിട്ട് ബന്ധപ്പെട്ട റിവിഷൻസ്, അതുപോലെ തന്നെ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ ഒക്കെ ടാക്സ് റേറ്റ് ചേഞ്ച് ചെയ്യുന്നത്, ഇതൊക്കെ GST കൗൺസിലിൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇറ്റ് ഈസ് എ ക്വാസി ലെജിസ്ലേറ്റീവ് കം അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ബിക്കോസ് ഇറ്റ് ഫങ്ഷൻസ് both legislative as well as administrative duties as assigned by the Parliament to it. ഇത് ഭാഗികമായ നിയമനിർമ്മാണ അധികാരങ്ങളുള്ള ഒരു ബോഡിയാണ്. അഡ്മിനിസ്ട്രേഷൻ അധികാരങ്ങളുണ്ട്, അതുപോലെ തന്നെ നിയമനിർമ്മാണ അധികാരങ്ങളും ഉള്ള ഒരു ബോഡിയാണ്. ഭാഗികമായ നിയമനിർമ്മാണ അധികാരത്തെയാണ് ഇവിടെ ക്വാസി ലെജിസ്ലേറ്റീവ് പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. GSTയുമായിട്ട് ബന്ധപ്പെട്ട നിയമനിർമ്മാണ അധികാരവും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡ്യൂട്ടികളും ഇന്ത്യൻ പാർലമെൻറ്റ് അസൈൻ ചെയ്തിരിക്കുന്നത് GST കൗൺസിലിൽ ആണ്. Structure of GST Council. GST Council shall consist of the following members: Union Finance Minister, Chairman, Union Minister of State in charge of Revenue or Finance, Member, Minister in charge of Finance or Taxation or any other minister nominated by each state government, members. GST കൗൺസിലിൻ്റെ സ്ട്രക്ചർ നോക്കാം. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും GST കൗൺസിലിൻ്റെ ചെയർമാൻ അഥവാ ചെയർപേഴ്സൺ. യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ഓർ ഫിനാൻസ്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് റവന്യൂ ചാർജ് ഉള്ളതോ അഥവാ ഫിനാൻസ് ചാർജ് ഉള്ള ായ മിനിസ്റ്ററാണ്. GST കൗൺസിലിൻ്റെ മെമ്പറാണ്. പിന്നെ ഓരോ സ്റ്റേറ്റിൽ നിന്നുള്ള ഫിനാൻസ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ടാക്സേഷൻ മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവരെ റെപ്രസെൻ്റ് ചെയ്ത് ഓരോ സ്റ്റേറ്റിൽ നിന്നും വരുന്ന മിനിസ്റ്റേഴ്സ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ചെയർമാന് അഥവാ ചെയർപേഴ്സണ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, അതായത് റവന്യൂവോ ഫിനാൻസോ ഒക്കെ അതിലൊക്കെ ചാർജ് ഉള്ള മിനിസ്റ്ററായിരിക്കണം. നെക്സ്റ്റ് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവരെ റെപ്രസെൻ്റ് ചെയ്ത് വരുന്ന മിനിസ്റ്റർ. The members of the council may choose one among them as vice chairperson of the council. GST കൗൺസിലിൻ്റെ മെമ്പേഴ്സിന് ഒരു വൈസ് ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്. ഇതിനകത്ത് ഉള്ള മെമ്പേഴ്സിൽ നിന്ന് ആരെങ്കിലും ഒരാളെ വൈസ് ചെയർമാന് ആക്കാനായിട്ട് പറ്റും. Decision of the GST Council. Every decision of GST Council shall be taken at a meeting by a majority not less than 3/4 of the weighted votes of members present and voting. ഇപ്പം മെമ്പേഴ്സ് ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ആ മെമ്പേഴ്സിൽ പ്രസൻ്റായിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരിൽ 3/4 ആൾക്കാർ അല്ലെങ്കിൽ 3/4 കൂടുതൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത ഒരു ഡിസിഷൻ മാത്രമേ GST കൗൺസിലിൽ പാസ്സാക്കാനായിട്ട് പറ്റൂ. അപ്പം മിനിമം 3/4 മജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രം ഒരു ഡിസിഷൻ GST കൗൺസിലിൽ പാസ്സാക്കാനായിട്ട് പറ്റൂ. The vote of central government shall have a weightage of 1/3 of votes cast. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വോട്ടിൻ്റെ വെയിറ്റേജ് 1/3 ആണ്.
Vote of all state government together shall have weightage of 2/3 of votes cast. വോട്ട് ചെയ്യപ്പെടുന്ന വോട്ടിൻ്റെ 2/3 പോർഷനാണ് എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും കൂടെ കിട്ടുന്ന വെയിറ്റേജ് എന്ന് പറയുന്നത്. Quorum of meeting of GST Council shall be half of total members present and voting. ടോട്ടൽ GST കൗൺസിൽ മെമ്പേഴ്സിൽ പകുതി ആൾക്കാരെങ്കിലും വന്നെങ്കിൽ മാത്രമേ ഫോറം തികയത്തുള്ളൂ. എങ്കിൽ മാത്രമേ GST കൗൺസിലിൽ മീറ്റിംഗ് നടത്താനും തീരുമാനങ്ങളൊക്കെ എടുക്കാനും പറ്റൂ. Scope or role of GST Council. GST Council is to make recommendations to the central and state governments on preparation of model GST laws. GST കൗൺസിലിൻ്റെ റോൾ അല്ലെങ്കിൽ സ്കോപ്പ് ആണ് നമ്മൾ നോക്കുന്നത്. GST കൗൺസിലിൻ്റെ റോൾ എന്ന് പറയുന്നത് റെക്കമെൻഡേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുകൾക്കുമാണ് റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത്. GST യുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റെക്കമെൻഡേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് GST കൗൺസിലിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും ഏതൊക്കെ കാര്യങ്ങളിലാണ് GST കൗൺസിലിന് റെക്കമെൻഡേഷൻസ് കൊടുക്കാൻ സാധിക്കുമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഓഫ് മോഡൽ GST ലോസ്. GST ലോസ്, GSTയുടെ ആക്റ്റുകളും റൂളുകളുമൊക്കെ പാസ്സാക്കുന്നതിന് ഒരു മോഡൽ പ്രിപ്പയർ ചെയ്യുന്നത് GST കൗൺസിലാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കേസിലാണെങ്കിൽ CGST ആക്ട് പാസ്സാക്കണം. IGST ആക്ട് ഉണ്ട്, UTGST ആക്റ്റുകൾ ഉണ്ട്, UTGST ആക്ട് ഉണ്ട്. ഇതിനൊക്കെ ആവശ്യമായ റൂൾസ് ഉണ്ട്. അപ്പോൾ ഈ ആക്റ്റുകളും റൂൾസും ഒക്കെ പാസ്സാക്കുന്നതിന് ആവശ്യമായ മോഡൽ പ്രിപ്പയർ ചെയ്യുന്നത് GST കൗൺസിലാണ്. ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും SGST ആക്ട്, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് പാസ്സാക്കണം. അതിൻ്റെ ആക്റ്റും റൂൾസും ഒക്കെ മോഡൽ പ്രിപ്പയർ ചെയ്യുന്നത് GST കൗൺസിലാണ്. റെക്കമെൻഡേഷൻസ് ഓൺ ചേഞ്ചസ് ഇൻ GST ലോസ് ഫ്രം ടൈം ടു ടൈം. കാലാകാലങ്ങളിൽ GST ലോസിൽ, റൂൾസിലും ആക്റ്റിലും ഒക്കെ നോട്ടിഫിക്കേഷൻസിലൊക്കെ ചേഞ്ചസ് കൊണ്ടുവരുന്നത് GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ വഴിയായിട്ടാണ്. Taxes, cesses and surcharges levied by the center, state and local bodies which may be subsumed under GST. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ ബോഡീസ് ഒക്കെ ഈടാക്കുന്ന ടാക്സുകൾ, സെസ്സുകൾ, സർചാർജുകൾ, ഇതൊക്കെ ഏതൊക്കെയാണ് GSTയുടെ പരിധിയിൽ കൊണ്ടുവരേണ്ടതെന്ന് തീരുമാനിക്കുന്നതിനുള്ള അധികാരം GST കൗൺസിലിനാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ലെവി, അപ്പോർഷൻമെൻറ്റ് ഓഫ് IGST ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലേസ് ആൻഡ് ടൈം ഓഫ് സപ്ലൈ. ടാക്സ് ഈടാക്കുന്നതിൻ്റെ പ്രിൻസിപ്പിൾസ്, IGST അപ്പോർഷൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് IGST ഇനത്തിൽ കിട്ടുന്ന ടാക്സ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് പരസ്പരം ഡിവൈഡ് ചെയ്ത് വെക്കുന്നതിൻ്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഫോം ചെയ്യുന്നത്. പ്ലേസ് ഓഫ് സപ്ലൈയും ടൈം ഓഫ് സപ്ലൈയും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതിൻ്റെ പ്രിൻസിപ്പിൾസ് ഫോം ചെയ്യുന്നതൊക്കെ GST കൗൺസിലാണ്. The goods and services that may be subject to or exempted from goods and services tax. GSTയുടെ പരിധിയിൽ ഉൾപ്പെടേണ്ട ഗുഡ്സും സർവീസുകളും ഏതൊക്കെയാണ് എന്ന് തീരുമാനിക്കുന്നതും ഏതൊക്കെയാണ് GSTയുടെ പരിധിയിൽ ഉൾപ്പെടുത്തേണ്ടാത്ത മാറ്റി നിർത്തേണ്ട ഗുഡ്സും സർവീസും എന്നൊക്കെ തീരുമാനിക്കുന്നതും GST കൗൺസിലാണ്. The threshold limit of turnover of a dealer or manufacturer or service provider exempt from GST. ഒരു മാനുഫാക്ചറെ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡറെ അല്ലെങ്കിൽ ഡീലറെ സംബന്ധിച്ചിടത്തോളം എത്ര ടേൺ ഓവർ വരെ ഉള്ളവരാണ് GSTയിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ലാത്തത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും GST കൗൺസിലിലാണ്.
അപ്പം നോൺ ടാക്സബിൾ ടേൺ ഓവർ എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് GST കൗൺസിലാണ്. The rates including floor rate with the balance of goods and services tax. GSTയിൽ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളുണ്ട്. കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് പേഴ്സൺസ്, അതായത് മാനുഫാക്ചറേഴ്സ്, ഡീലേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവീസ് പ്രൊവൈഡേഴ്സ്, ഇവരൊക്കെ ഒരു ടേൺ ഓവറിനെ ബേസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ റേറ്റാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്. അവരുടെ ടാക്സ് റേറ്റിനെയാണ് ഫ്ലോർ റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോമ്പോസിഷൻകാർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന റേറ്റാണ് ഫ്ലോർ റേറ്റ്. അത് ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് പേഴ്സൺസിനും ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ഓരോ കാറ്റഗറിക്കുമുള്ള റേറ്റ്, ടാക്സ് റേറ്റ് തീരുമാനിക്കുന്നതാണ്. അതും GST കൗൺസിലിൻ്റെ ഫംഗ്ഷനകത്ത് വരുന്നതാണ്. കോമ്പൗണ്ടിങ് ഓപ്റ്റ് ചെയ്തിരിക്കുന്ന അസസീസ് അവർ ആനുവൽ ടേൺ ഓവറിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആയിരിക്കും ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് അടയ്ക്കുന്നത്. എനി സ്പെഷ്യൽ റേറ്റ് for a specific period to raise additional resources during any natural calamity. Any special rate for a specific period. ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് റവന്യൂ അഡീഷണലായിട്ട് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക റേറ്റുകൾ, സെസ്സുകൾ ഒക്കെ ഈടാക്കുന്നതാണ് ഇവിടെ പറയുന്നത്. പ്രത്യേകിച്ച് നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അഡീഷണലായിട്ട് റവന്യൂ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇപ്പം നമുക്കറിയാം കേരളത്തിൽ അങ്ങനെ അഡീഷണൽ റവന്യൂ കളക്ട് ചെയ്യാനായിട്ട് സെസ് ഈടാക്കുന്നുണ്ട്. സ്പെഷ്യൽ പ്രൊവിഷൻ വിത്ത് റെസ്പെക്ട് ടു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്. ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നതിനാവശ്യമായ പ്രൊവിഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസ് കൊടുക്കാനുള്ള അധികാരവും GST കൗൺസിലിലാണ്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് അത് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മോഡല് ഫോം ചെയ്ത് ഗവൺമെൻറ് റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് GST കൗൺസിലാണ്. The date on which GST be levied on petroleum crude, high speed diesel, motor spirit, natural gas and aviation terminal. നിലവിൽ GSTയുടെ പരിധിയിൽ വരാത്തതും എന്നാൽ GSTയുടെ പരിധിയിൽ കൊണ്ടുവരാവുന്നതുമായ ഗുഡ്സ്, പെട്രോളിയം പ്രൊഡക്ട്സുകളൊക്കെ, അത് എന്ന് തുടങ്ങിയാണ് GSTയുടെ പരിധിയിൽ വരേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം GST കൗൺസിലിലാണ്. പ്രൊസീജിയേഴ്സ് ഫോളോഡ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് GST കൗൺസിൽ. GST കൗൺസിലിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ GST കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങളിൽ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് തീരുമാനിക്കാനുള്ള അധികാരവും GST കൗൺസിലിനാണ്. GST കൗൺസിൽ ഷാൽ എസ്റ്റാബ്ലിഷ് എ മെക്കാനിസം ടു അഡ്ജൂഡിക്കേറ്റ് എനി ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഓർ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. GSTയുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും തമ്മിലോ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ തമ്മിലോ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ മെക്കാനിസം അഥവാ പ്രോബ്ലം സോൾവിങ് ഇങ്ങനെ ഉപയോഗിക്കുന്ന സംവിധാനം, അത് ഫോം ചെയ്യുക എന്നുള്ളതും കൺട്രോൾ ചെയ്യുക എന്നുള്ളതുമൊക്കെ GST കൗൺസിലിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും തമ്മിലോ GSTയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യുന്നതിനുള്ള അധികാരം അല്ലെങ്കിൽ ഉത്തരവാദിത്വം GST കൗൺസിലിലാണ്. എനി അതർ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു GST, നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളല്ലാതെ GSTയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് എന്തും കാര്യങ്ങളുണ്ടെങ്കിലും അക്കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാനുള്ള അധികാരം GST കൗൺസിലിനാണ്.
Thank you for watching this video.